ഗൈസ്, നമ്മളങ്ങനെ ഇടുക്കിയിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് നേരെ വന്നിരിക്കുന്നത് ഉപ്പൂന്നാണ് കേട്ടോ. സോ ഉപ്പൂന്ന് തിരിയുന്നൊരു ഡൈവേഷനിൽ നിൽക്കുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മേളിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണല്ലോ, കുറേ പൈസ വേണ്ടേ, കുറേ കാശ് വേണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ മാസം 2000-3000 മാറ്റി വെക്കണുള്ളൂ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് എന്നും പറഞ്ഞിട്ട്. എണ്ണ അടിക്കുക പോരുക, സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഈ 400-500 ഒക്കെ പരിപാടികളാണ്. പിന്നെ ഫുഡാണെങ്കിൽ ഞങ്ങൾ അത്ര കോസ്റ്റ്ലി അല്ല അല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ ട്രാവൽ ചെയ്താൽ മതി. മാസം ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞങ്ങൾ ഒരു 1-2 വൺ ഡേ ട്രിപ്പും അതേപോലെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഈ ഒരു 2000-3000 ഒപ്പിക്കും കേട്ടോ. സോ അതുപോലെ എല്ലാവരും ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിലിരുന്നാലും ചിലവ്, വീട്ടിലിരുന്നാലാണ് കൂടുതൽ ഫുഡ് ഓർഡറിങ് കാര്യങ്ങൾ അങ്ങനത്തെ ചിലവൊക്കെ. ഇതാകുമ്പോൾ ഉണ്ടാക്കണം മിസ്റ്ററിന് സ്വഭാവം പുറത്തു വന്ന് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഉപ്പൂന്ന് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല നൈസ് ഒരു വ്യൂ പോയിൻ്റാണ്. ആ ഭാഗത്തോട്ട് കുറച്ച് മുകളിലോട്ടൊക്കെ ഇങ്ങനെ കയറി പോകുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞത്ത് ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് എന്തായാലും ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. സോ അവൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പ്ലാന് വീണ്ടും മാറ്റിയിട്ടോ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇതിനെ കുറച്ച് ഓഫ് റോഡ് പോകണമെന്ന് പറഞ്ഞത്. സോ അതിനെ അവൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടിയാലോ നോക്കി നോക്കാം. അത്യാവശ്യം മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. സോ ഈ റൂട്ടിലൊക്കെ അത്യാവശ്യം മഞ്ഞുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയായിരിക്കുക. ഇപ്പോഴും കാണാൻ രസമുണ്ട്. അപ്പോൾ വൈകിട്ട് വന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് സാബു. മനുഷ്യന്മാരുണ്ടോ? ഈ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലൻ വ്യൂ ആണ്. ഒരു മനുഷ്യനും വരാത്ത സ്ഥലമാണ്. അടിപൊളി കേട്ടോ, നൈസാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അതായത് നിൽക്കുന്നു സാബുമോൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്, സാബു എന്ന് പറയണത് അവൻ്റെ അച്ഛൻ്റെ പേരാട്ടോ, എനിക്ക് അറിയണ്ടായില്ല. വിഷ്ണു ആണ്. സോ അവനെ കൂട്ടിയിട്ട് ചെപ്പുകുളം എന്ന് പറഞ്ഞൊരു സ്ഥലം, ഉപ്പൂന്ന് ആ ഒരു മേഖലൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ചെപ്പുകുളം എന്ന് പറഞ്ഞൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊടുന്നതാണ്. സോ അവൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നത്. അത്യാവശ്യം ദൂരം കുഴപ്പമില്ലാത്ത ഒരു റോഡായിരുന്നു. പിന്നെ ഇതിനൊക്കെ ഇറക്കിയിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കാണുന്നത് ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെപ്പുകുളം വ്യൂ പോയിൻ്റ് കേട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് വരാൻ പറ്റും. ബൈക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ട് വരാം. ഓക്കെ, നൈസ് വ്യൂ പോയിൻ്റ് കേട്ടോ. ആരും ഉണ്ടാവില്ല, വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. മതിയടാ നിർത്തിക്കോ നീന്നോ. ഞങ്ങളെ ഫേമസ് ആയിട്ടില്ല, നീ കാരണം ഞങ്ങൾ ഫേമസ് ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഈ ചെക്കൻ നമ്മളെങ്ങോട്ടോ കൊണ്ടുപോകണ്ട കേട്ടോ. ഇതൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. നല്ല വ്യൂ പോയിൻ്റ് ആണെന്നാണ് നമ്മുടെ ഗൈഡ് സാബുമോൻ പറയുന്നത്. സാബുമോനല്ല, വീണ്ടും തെറ്റി, വിഷ്ണു. എൻ്റെ ഡാഡിയോട് പറഞ്ഞ, ഡാഡി എങ്ങാനും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഡാഡിക്ക് വിഷമാവണ്ട. യെസ്, നൈസാണല്ലേ, നല്ല ക്ലൈമറ്റാണ്. ഒരു ചെറിയ മഴയൊക്കെ ചാറിപ്പോയി കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടും. ഹായ് ഗൈസ്, അങ്ങനെ വിസ്മയും ഷെഫിയും അവരുടെ യൂട്യൂബ് ചാനലിന്റെ തുടക്കം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. തുടക്കം തന്നെ ഇങ്ങനെ ആഘോഷിക്കണോ?
ചെപ്പുകുളം വ്യൂ പോയിന്റ്. അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. എൻ്റെ മുഖം ഞാൻ അങ്ങനെ കാണിക്കില്ല. ആ കാണുന്നതാണ് കുടയത്തൂർ ഡാം. അതായത് മലങ്കര ഡാമാണോ? ആ മലങ്കര ഡാമിൻ്റെ ഒക്കെ ആ ഒരു ഭാഗമാണ് കേട്ടോ അത്. നമുക്ക് അവിടെ നിന്നാണ് ഏകദേശം വാഗമണ്ണ് പോകുന്ന റൂട്ടുണ്ടല്ലോ, എസ് ബെൻഡ് കാര്യങ്ങൾ, ആ റൂട്ടാണ് ആ കാണുന്ന മലനിരകളും കാര്യങ്ങളൊക്കെ. നൈസാണ് കേട്ടോ. ചെറിയ മഴ ചാറാൻ പോകുന്നുണ്ട്. ഇവിടെ ചെറിയ ഫോട്ടോ സെക്ഷനും നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെപ്പുകുളം വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് നേരെ വീണ്ടും വന്നേക്കണത് ഇരുകല്ലും പാറയാണ് കേട്ടോ. ഒരു സൂയിസൈഡ് പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ വണ്ടി റോട്ടിൽ തന്നെ നിർത്തി ഇതുപോലൊരു സ്ഥലത്ത് കൂടെ വേണം പോകാനായിട്ട്. ഇതൊക്കെ അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാട്ടോ. ഞങ്ങളും ക്രൗഡായിട്ട് വന്ന് അലമ്പൊന്നുമില്ലാതെ നൈസായിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിട്ടോ. കിടിലം വ്യൂ ആണ്. നൈസാണ്. അത്യാവശ്യം സ്റ്റീപ്പായിട്ട് താഴോട്ട് കൊക്കയാണ്.